കുറച്ചു നേരം ചെറിയ ഉപദേശം, ഒരു അനുസ്മരണല്ലേ, ഇരുന്നോളി. പിന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കുക, കുട്ടികൾ കളിച്ചോട്ടെ, അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങൾ ഈ എൽമിലേക്ക് ശ്രദ്ധിച്ചാൽ മതി, അവരവരെ പാട്ടിന് വിട്ടാൽ മതി ട്ടാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്ത് ജല്ല മുത്തനബിയുടെ മേൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വസ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ വഅലാ മലായികത്തില്ലാഹിൽ മുഖറബീൻ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇന്ന് ഈ വീട്ടുകാരുടെ മാതാവായ മഹദി അവറുകളുടെ അനുസ്മരണയും കൂടിയാണ്. അവര് സൽക്കർമ്മങ്ങൾ ചെയ്തു, നമ്മളെ തൊട്ട് പിരിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് കുറച്ച് കാലം നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അറിയില്ല, അള്ളാന്റെ അടുക്കൽ കിടക്കണ് എത്ര കാലാണ് നമ്മൾ ജീവിക്കൊന്നും പറയാൻ പറ്റില്ല. ആ ജീവിതം, നമ്മളുടെ ജീവിതം നമ്മൾ എന്തൊക്കെ റാഹത്താക്കി. അതിനു മുന്നേ കുറച്ച് കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് പലർക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ ഇതിൻ്റെ ഒക്കെ സവാബ് അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കഴിഞ്ഞില്ലേ, പിന്നെ അവർക്ക് എത്തോ, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. സഹോദരന്മാരെ, അത് ശരിയാന്ന നിലക്ക് അറിവില്ലാഞ്ഞിട്ടാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിക്കുകയാണ്. നമ്മളിൽ നിന്ന് ഒരാൾ വിട പറഞ്ഞു പോയി. മയ്യത്ത് നിസ്കരിക്കണം എന്തിനാണ്? മയ്യത്ത് നിസ്കാരം മരിച്ച ആളല്ലല്ലോ നിസ്കരിക്കണേ, നമ്മളാ നിസ്കരിക്കണം. മയ്യത്ത് നിസ്കരിക്കണം നമ്മൾ. അപ്പൊ മരണശേഷവും ആ മയ്യത്തിന് ഗുണമുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് റസൂൽ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ നിസ്കരിക്കുന്നു, അതിന്റെ പ്രതിഫലം ആർക്കാ കിട്ടുന്നത്? മയ്യത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹളറത്തിൽ ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയായവരെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്റെ ഉമ്മ മരണപ്പെട്ടു, എന്റെ ഉമ്മയോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. ഞാൻ അതിന്റെ ആശയാണ് പറഞ്ഞു. എന്റെ ഉമ്മാക്ക് എന്നോടും വല്ലാത്ത സ്നേഹമാണ്. എനിക്ക് ഇനി എന്തെങ്കിലും എന്റെ ഉമ്മാക്ക് ചെയ്യാൻ സാധിക്കുമോ? അവർ മരണപ്പെട്ടു പോയല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് ഒരു കിണർ കുഴിക്കാൻ പറ്റോ? നിനക്കൊരു കിണർ കുഴിക്കാൻ പറ്റോ? പൊതുജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന വിധം. മദീന എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള, ഇന്നത്തെക്കാൾ കൂടുതൽ ചൂടും ഇതും കൂടുതൽ സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടൊക്കെ വെള്ളം വളരെ അത്യാവശ്യമാണ് പൊതുജനങ്ങൾക്ക്, വഴിയാത്രക്കാർക്കും ഒക്കെ. അത് നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. അല്ലാണ്ട് റസൂൽ, എനിക്കത് സാധിക്കും. എങ്കിൽ നീ എന്ത് ചെയ്യുക? ഒരു കിണർ കുഴിച്ചോളി, അതിന്റെ സവാബ് നിന്റെ ഉമ്മാക്ക് കിട്ടും. ഇത് അല്ലാന്റെ റസൂൽ പറഞ്ഞതാണ്. ഇത് വ്യക്തമായി സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വഹീഹായ മുത്തഫഖുൻ അലൈഹിയായ മുസ്ലിം ഷരീഫിലും, അതായത് സിഹാഹു സിത്ത അതിലുള്ള മുസ്ലിം ഷരീഫിലും അതുപോലെ തന്നെ ബുഖാരിയിലും വന്ന ഒരു ഹദീസാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ എന്തുണ്ടാവും? ബാക്കിയാകും. ഏതൊക്കെയാണത്? ഒന്ന്, ജാരിയായ സ്വതക്ക. നമ്മളെല്ലാവരും കേട്ട ഹദീസാണ് ജാരിയായ സ്വതക്ക. അതെന്താണത്? ജാരിയ സദഖ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടാൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന സദഖ. ഉദാഹരണമായിട്ട് നമ്മളൊരു പള്ളി ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ദാനം ചെയ്തു, പള്ളി ഉണ്ടാക്കാൻ. അതല്ലെങ്കിൽ പള്ളിയിലേക്ക് നമ്മളൊരു പടം ദാനം ചെയ്തു, അതിൽ ഖുർആൻ ദാനം ചെയ്തു, വഖഫാക്കി. അതല്ലെങ്കിൽ നമ്മൾ ദിക്ർ ചെയ്യുന്ന സ്ഥലത്തേക്ക് ആ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ദാനം ചെയ്തു, അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സ് നടക്കുന്നിടത്ത് ഒരു ദാനം ചെയ്തു. ഈ ദാനം ചെയ്തത് നമ്മൾ മരണപ്പെട്ട് ചെയ്താലും അതിന്റെ പ്രതിഫലം ഈ പള്ളിയുള്ള കാലത്തിൽ അതിൽ എത്ര ആൾക്കാർ നിസ്കരിക്കുന്നുണ്ടോ ആ കാലത്തോളം അതിനൊക്കെ പ്രതിഫലം ഈ ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന്. 2, എന്താ പറഞ്ഞത്? ഇൽമാണ്. ആ ഇൽമ, നാഫിയായ ഇൽമ ഒരാൾ കരസ്ഥമാക്കുകയും, ആ ഇൽമ, ആ കളി ഒന്ന് കുറക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കുറച്ചാൽ കിട്ടുക. ഇത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് ഞാൻ പറയാൻ ശരി ശ്രദ്ധിക്കാം. നാഫിയായ ഇൽമാണ്. ഇത് ചീറാണ് കുട്ടികൾ. ആ ചീറൽ നിർത്താനുള്ള എന്തെങ്കിലും കളിക്കോപ്പ് എന്തെങ്കിലും കൊടുക്കും. അവർ പരസ്പരം കളിക്കുമ്പോഴാണ് ചീറൽ വരുന്നത്. കളിക്കോപ്പ് കൊടുത്താൽ മതി. അപ്പൊ ആ ചീറൽ, അല്ലെങ്കിൽ നജീബ കുട്ടികളായിട്ട് ഒന്ന് കളിപ്പിക്കാൻ, ഒന്ന് പുറത്ത് ഇങ്ങനെ കളിപ്പിക്കാൻ ഇറങ്ങിയാൽ മതി. മറ്റേ നമ്മളെ മൈരല്ല, ഉള്ളിലുള്ളവർക്ക് തീരം കേൾക്കൂല. ആകെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സംഘടിച്ചിട്ടുള്ളത് അതാണ് കേട്ടാ. ഒന്ന് കളിപ്പിച്ചാൽ മതി, കൊണ്ടുപോയിട്ട് വിളവെടുക്കാം. അല്ലാതെ രക്ഷയില്ല. കുട്ടികളങ്ങനെ അവർക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യം കൊടുക്കും വേണം.
അപ്പൊ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? ഇൽമ് പഠിക്കുകയും മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്, ഇപ്പൊ നമ്മളൊരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ നമ്മളൊരാളെ വിളിച്ചിങ്ങാടി ഇൽമിന്റെ സദസ്സിൽ കൊണ്ടുപോയി, ഒരു അയാളെ നിസ്കാരം ശരിയാക്കാൻ വേണ്ടി ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചു. പിന്നെ നമ്മൾ മരണപ്പെട്ടു പോയാലും ഇയാൾ ചെയ്യുന്ന പ്രതിഫലമൊക്കെ ആർക്ക് കിട്ടുന്നുണ്ട്? നമുക്ക് കിട്ടും. പിന്നെ പറഞ്ഞതാണ് പോയിന്റ്. എന്താ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല്? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ഒരു സ്വാലിഹായ സന്താനം, യദ്ഉ ലഹു, ആ സന്താനം എന്ത് ചെയ്യുന്നു? ഈ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും എന്തുണ്ടാവും? മരണപ്പെട്ടതിന് ശേഷം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്ത് നിങ്ങൾ കാട്ടിയത്? കരയും. സാറില്ല നിഷേധി. എന്നാലും ചീർണത്രയില്ല. ശ്രദ്ധിച്ചോ? പറഞ്ഞു മനസ്സിലായ? അപ്പൊ നമ്മള് അള്ളാന്റെ റസൂല് പറഞ്ഞാണ് ഒരു സ്വാലിഹായ സന്താനം, ഒരു സ്വാലിഹായ സന്താനം, ആ സന്താനം ഉള്ള ദുആ എന്ത് ചെയ്യുന്നു? അള്ളാഹ് ഖബൂൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടുത്തെ സ്വാലിഹായ സന്താനം നജീബ് മൂപ്പര 5 ജ്യേഷ്ഠൻ അല്ലെ, അല്ല 5 ഇവരൊക്കെ കൂടിയിട്ട്, അതുപോലെ തന്നെ ഇവരുടെ സഹോദരി എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പൊ ഈ സദസ്സ് സംഘടിപ്പിച്ചു. ഇവര് എല്ലാ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഈ സ്വാലിഹായ സന്താനങ്ങൾ തേടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹു ഇതിന്റെ സവാബിന്റെ ഉമ്മയുടെ ഹദറത്തിലേക്ക് എത്തിക്കണമേ എന്നുള്ള നിയ്യത ചെയ്ത് എത്തൂലേ? അള്ളാന്റെ റസൂല് പറഞ്ഞാണ് വാലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അപ്പൊ ഇതൊക്കെ നേരാവണ്ണത്തിൽ വേണമെന്നുള്ളവർക്ക് എല്ലാം ഇഷ്ടം പോലെയാണ്. ഇനി ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഏതാണ് റസൂലുള്ളാഹിന്റെ കാലത്തിൽ ഉള്ളത്? റസൂലുള്ളാഹിയുള്ള അടിസ്ഥാനങ്ങൾ ആ കാലഘട്ടത്തിനനുസരിച്ച് പഠിപ്പിച്ചു പോയി. മാത്രമല്ല, ആ കാലഘട്ടത്ത് റസൂലുള്ളാഹി കുറെ ദൗത്യങ്ങളുമുണ്ട്. അവര് സഹാബാക്കൾ പലപ്പോഴും യുദ്ധരംഗത്തായിരുന്നു, പല രംഗത്തായിരുന്നു അവര്. നമ്മളെ പോലെ ഒന്നല്ല, അവർക്ക് വീട്ടിലിരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, പ്രബോധന രംഗത്തായിരുന്നു അവര്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് മദ്രസ ഉണ്ടായിരുന്നു അന്ന് കുട്ടികൾക്ക് പഠിക്കാൻ? നമ്മളെ മതപരമായിട്ടുള്ള ഇന്നത്തെ മദ്രസ സിസ്റ്റം, ഏത് വിഭാഗക്കാരിലും മദ്രസ ഉണ്ട്. ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതാണ്. അതുപോലത്തെ മാസികകള് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? എല്ലാ സംഘടനകൾക്കും ഉണ്ടാവും മാസിക. ദീനിന്റെ കാര്യത്തിൽ ഇല്ലാത്തതാണ് ദീനിന്റെ കാര്യത്തിൽ വിദഅത്ത്. അതുപോലെ തന്നെ സമ്മേളനങ്ങൾ, ഇന്നത്തെ പോലെയുള്ള എല്ലാവരും ഒരുമിച്ചുള്ള അങ്ങനത്തെ സമ്മേളനം റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല. ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് നടക്കാൻ പറ്റും. അതെന്താ കാരണം? അതിന് അടിസ്ഥാനമുണ്ട്. ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക, ഹറാമാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിഷിദ്ധാക്കി, അത് ചെയ്യരുത്. ഹലാലായത് ഖുർആൻ ഓതുക, അത് ഇന്ന സമയത്ത് ഓതണം എന്നൊന്നും അങ്ങനെ ഇല്ല. ഉത്തമമായ സമയങ്ങളുണ്ട്. ഖുർആൻ എപ്പോഴും ഓതാലോ നമുക്ക്. ഇന്ന സമയത്ത് ഓതരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓതാൻ പാടില്ല. അപ്പൊ ഒരു ആള് മരണപ്പെട്ട വീട്ടിലുള്ള ഖുർആൻ ഓതി, അത് പാടില്ല എന്ന് പറയല് തെറ്റാണ്. കാരണം റസൂലുള്ളാഹി ഹറാമാക്കിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഓതലും ദുആ ചെയ്യലും ദിക്ർ ചെയ്യലും എല്ലാം സൽക്കർമ്മങ്ങളാണ്. അത് എപ്പോഴും ചെയ്യാം. ഇന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് ഹദീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അതില്ലാത്ത കാലത്തോളം നമ്മൾ എന്തിനാണ് അത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ റസൂൽ നമ്മളോട് പറഞ്ഞിക്കണല്ലോ ചെയ്യാൻ. അത് എപ്പോഴും ചെയ്യാം. മനസ്സിലാവുന്നുണ്ട്? ഇത്ര പറയും, അതിനെപ്പറ്റി ഇത്ര ബുദ്ധിയുള്ളവർക്ക് അത്ര മതി, കൂടുതൽ വേണ്ട. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതൊക്കെ നമ്മള് പുതിയതൊന്നും അല്ലത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിന് സാധിക്കുന്ന മാതിരി നമ്മൾ ചെയ്യുന്നു. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അവർ സൽക്കർമ്മം ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവര് ചെയ്ത സൽക്കർമ്മങ്ങൾ അവര് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് ഇങ്ങനെ പലതും ചെയ്യാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ വെറും നമ്മള് പെടാൻ വേണ്ടി കാത്തിക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. നമ്മൾ പറയണത് എപ്പോഴും നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നവരും ഖുർആൻ ഓതുന്നവരായി മാറണം. അള്ളാഹ് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മരണം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവണ കാര്യമാണ്. മരണം എല്ലാവർക്കും സംഭവിക്കും മക്കളെ. ഇന്നല്ലെങ്കിൽ നമ്മൾക്ക് നാളെ മരിക്കും. നമ്മൾ ഇത് തമാശാക്കി വിടേണ്ടതല്ല. നമ്മൾ സാധാരണ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ആ മരണപ്പെട്ട ആ വ്യക്തിയിൽ നിന്നും നമുക്ക് എന്ത് പാഠം കിട്ടി? ഇത് നമ്മൾ ചിന്തിക്കണം. ഓരോരുത്തരും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട്. ചെറുപ്പക്കാർ പോകുന്നുണ്ട്, വയസ്സന്മാർ പോകുന്നു, പലരും പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് എന്ത് പാടുണ്ടാക്കി? ഇത് തമാശ അല്ലത്. നമ്മള് നാളെ ഇവിടെ നിന്ന് നമ്മൾ മരണപ്പെട്ടു പോയാൽ അവിടെ നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനം അവിടെ ഉണ്ടാവും. അത് എങ്ങനെ? നമ്മൾ ഇഷ്ടത്തിനല്ല. അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഫലം ചെയ്യും. അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞാൽ പ്രവർത്തിക്കാനാ പറഞ്ഞിട്ടുള്ളത്.
അള്ളാഹുവിനെ അവന്റെ റസൂൽ അനുസരിച്ച് ജീവിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശോധിക്കുക, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ 24 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ, ഈ 12 മണിക്കൂറിൽ അള്ളാഹുവിന് വേണ്ടി, അതായത് നന്മയുടെ ഏടുകളുണ്ട് തിന്മയുടെ ഏടുകളുണ്ട് അല്ലെ. നന്മയുടെ ഏടുകൾ കനം തൂങ്ങിയാലാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ ചോദിക്കട്ടെ, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ മതി, ഇതിന്റെ ഇടയിൽ എന്താണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇത് ചിന്തിക്കേണ്ടതാണ്, ഇത് വയലല്ല. നമ്മൾ ചിന്തിക്കണം, ഇത് കൂടുതൽ എൻ്റെ സൽക്കർമ്മം എന്താ ഞാൻ ചെയ്തിട്ടുള്ളത്? ഞാൻ എത്ര പരിശുദ്ധ ഖുർആൻ ഓതി, ഞാൻ എത്ര അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മം, ഇബാദത്തുകൾ, നിർബന്ധമായ ഇബാദത്തുകൾ തന്നെ ഞാൻ എത്ര ചെയ്തു, സുന്നത്തുകൾ പിന്നെ അത് തന്നെ നമ്മൾ ശരിയാവണത് ചെയ്തിട്ടുണ്ടോ? അതും അള്ളാഹു പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി അതിന് പുറമെ നമ്മുടെ സുന്നത്തുകൾ, എത്ര ആളുകൾ സുബഹിക്ക് മുന്നേ ഉള്ള സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, സുബഹി ഖള ആക്കാതെ നിസ്കരിക്കാറുണ്ട്. എത്ര ആള് ളുഹർ ഫർള് നിസ്കാരം ഖള ആക്കാതെ നിസ്കരിക്കാറുണ്ട്. അതിന് മുന്നുള്ള സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. ശേഷമുള്ള സുന്നത്ത് നമ്മൾ ചിന്തിക്കുന്നേ വേണം. കാരണം ജീവിതം ഇങ്ങനെ നീങ്ങിപ്പോവും, നമ്മളെ കാത്തുക്കില്ല. നമ്മളൊരു ദിവസം മരിക്കും. ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളോട് അള്ളാഹു ചോദിക്കും, നമ്മുടെ നന്മയുടെ ഏടുകളും തിന്മയുടെ ഏടുകളിലും ഏതാണ് കനം തൂങ്ങിയിട്ടുള്ളത്? നമ്മൾ കളവ് പറയുന്നത് എത്ര ഉണ്ട്? രാവിലെ മുതൽ വൈകുന്നേരം ഒരാളുടെ കുറ്റം പറയുന്നത് എത്രയുണ്ട്? ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാതെ നമ്മളിവിടെ വലിയ എന്താ പറയാ, ഇപ്പൊ ആരോ പറഞ്ഞമാര് അതിന്റെ ആൾ ഇതിന്റെ ആളായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നാണ് അള്ളാഹു ചോദിക്കുക. ഓരോരുത്തരോടും ചോദിക്കും, എന്നോടും ചോദിക്കും. ഈ വയല് പറഞ്ഞു നടന്നതാണോ, അതിൽ എന്ത് പ്രവർത്തിച്ചു? നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇനി എന്ത് നിസ്കരിച്ചു? യാസീൻ ഓതിയിട്ടുണ്ടെങ്കിൽ ആ യാസീൻ ഓതിയത് ഇപ്പൊ നമ്മളെ മൗത്തക്ക് വേണ്ടി ഓതി. പലരും യാസീൻ ആഗ്രഹ സഫലീകരണത്തിന് ഓതി. സ്വലാത്തിൽ നിന്നോണ്ട് ദിക്റിൽ നിന്നുകൊണ്ട് നമ്മളെ വിസ കിട്ടാൻ, വിഷമങ്ങൾ മാറാൻ, കടങ്ങൾ വിടാൻ, അതൊക്കെ ഇവിടെ കഴിഞ്ഞു. നാളെ അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, എന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്റെ ഖബറ് രക്ഷപ്പെടണം, ഈമാനുള്ള മരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്ര ആൾക്കാർ ഖുർആൻ ഓതിയവരുണ്ട് ദിവസം. അതിനു വേണ്ടി ഖുർആൻ ഓതാൻ, അതിനു വേണ്ടി നമ്മളുടെ സൂറത്തുൽ ബഖറ മുതൽ ഇങ്ങനെ ഓരോന്ന് കുറേശ്ശെ ഓതി അടയാളം വെച്ച് അഡ്ഡവാക്കി ഇത് ചെയ്യണം. ദിവസം ചെയ്യേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ. ദിവസം അത് ആരെത്ര ആൾക്കാർ ഓതി? ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ, ഒരു ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട ഒരു ഹദീസ്, സ്വഹീഹായ ബുഖാരിയിൽ വന്ന ഹദീസ്. അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നം കാണാം. അള്ളാഹുവിന്റെ റസൂൽ ഞാൻ സ്വപ്നം കാണാണ്, ഒരാളുടെ ശരീരത്തിന്റെ തല ഒഴുക ബാക്കി ഭാഗം മുഴുവനും ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കും, തല മാത്രമുണ്ട്. ആ സന്ദർഭത്തിൽ ഒരാൾ ഭീമാകാരമായ ഒരു കല്ലെടുത്തുകൊണ്ട്, ഒരു ഭീമാകാരമായ മനുഷ്യൻ വന്നുകൊണ്ട് അയാളുടെ തലയിലേക്ക് എറിയാം. ആ എറിയുമ്പോഴെ തന്നെ ആ എറിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ തല തലയോട്ടി പൊട്ടി ചിന്ന ഭിന്നമായി, കല്ലപ്പുറത്ത് തെറിച്ചുപോയി. ഇയാൾ വീണ്ടും പോയി അത് എടുക്കുന്നു. അപ്പോഴത്തേന് ഈ തല വീണ്ടും പൂർവ്വമായി ആദ്യത്തെ പോലെ ആവുകയാണ്. ഇതിങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ട് ഇയാൾ മരിക്കണമില്ല, അയാളെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ വല്ലാത്ത വിഷമായി കൂടെയുള്ള മലക്കിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? 2 റിവായത്താണ് അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഒരു റിവായത്ത് പറയണ എന്താണ്, ഇയാൾ ഖുർആൻ പാരായണം ഖുർആൻ ഓതാൻ അറിയുന്ന ആളായിരുന്നു, പക്ഷെ ഇയാൾ ഖുർആൻ പാരായണം ചെയ്യുകയില്ലായിരുന്നു. അതാണ് ഒന്നെന്താ പറയുന്നത്, ഇയാൾ നിസ്കാരത്തിൽ അലസത കാണിക്കുന്ന ആളായിരുന്നു. നിസ്കരിക്കാത്ത ആളെന്നല്ല, നിസ്കാരത്തിൽ അലസത, തോന്നുമ്പോ ചൊല്ലി, അങ്ങനെ ഉണ്ടല്ലോ, കിട്ടുമ്പോ ചൊല്ലി, തോന്നുമ്പോ ചൊല്ലി, മുട്ടുമ്പോ ചൊല്ലി, കൊട്ടുമ്പോ ചൊല്ലി, കേട്ടില്ലേ? കിട്ടുമ്പോ ചൊല്ലി എന്ന ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിസ്കരിക്കും. ഫുഡ് കിട്ടുമ്പോ തോന്നുമ്പോ സെല് തോന്നുമ്പോ നിസ്കരിക്കും, മുട്ടുമ്പോ ഒക്കെ നിസ്കരിക്കുക. മനസ്സിലായി? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കണം. നമുക്ക് നാളെ ആഖിറം എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണെന്നുള്ള നന്ദിയുള്ള ഒരു അടിമയായിക്കൊണ്ട് നമ്മൾക്ക് സഹോദരന്മാർ ഇതെല്ലാം അള്ളാഹ് നൽകുന്നത്. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക, അള്ളാഹിന് വേണ്ടി നോമ്പ് നോക്കുക, അള്ളാഹിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഇല്ലേ ആ നിസ്കാരം ഒരു ഖുർആൻ പാരായണം ചെയ്യാത്തതിന്റെ ശിക്ഷയാണത്. നമ്മൾ ഇന്ന് അധികവും ആണുങ്ങള്, പുരുഷന്മാര് ഖുർആൻ എവിടെ ഓതുന്നു? ചിലർക്ക് മറന്നു പോയിട്ടുണ്ട്. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. നാളെ ഖബറിൽ ഇമാമുക്കാനിന്റെ ഇമാം ആര് എന്ന് ചോദിക്കുമ്പോൾ ഖുർആനു ഇമാമി, എന്റെ ഇമാമ് ഖുർആനാണ്, എന്റെ മുന്നിൽ നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനാണ് എന്ന് പറയണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഖുർആൻ ഓതെങ്കിലും ചെയ്യണം. അതിന് അമലും വേണം, അത് അറിയണം. അതിനാണ് ഇൽമിന്റെ സദസ്സുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം.
മാറിയില്ലെങ്കിൽ അത് നമ്മൾ പിന്നെ മരണത്തിന് ശേഷം പിന്നെ രക്ഷയില്ല. അത് ഞമ്മക്കതിൽ ഈഗോ ഒന്നും വേണം. ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ വിചാരിച്ചോട്ടോ. ആളുകൾ നമ്മൾ മെച്ച കഴിഞ്ഞ പോലെ ഉണ്ടാവും. ഓല് തിന്നാൻ വരും, അവര് നെയ്ച്ചോറ് തിന്നാൻ വരും, ഇത് തിന്നാൻ വരും എന്നല്ലാതെ വേറെന്ത്? ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മള് നന്നാവാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുനിയാവ് ഉണ്ടാക്കണോടത്ത് ആളുകളെ നോക്കാനില്ലല്ലോ. കാശ് കുറച്ച് കൂടുതൽ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിലും ശരി, നമ്മളാ ചെയ്യേണ്ടത് ചെയ്യും. പണം കിട്ടുന്നോടത്ത് നമ്മളെ ജീവിതം മുഴുവൻ നമ്മളെ ഭാര്യ മക്കള് ഈ വിഷയത്തിൽ നമ്മൾ അധ്വാനത്തിലായിക്കൊണ്ട് ഇങ്ങനെ കഴിയാണ്. വെറും ആ ചിന്ത ഉള്ളൂ. നാളെ ഞാൻ എന്ത് സമ്പാദിക്കണം, നാളെ ജോലി എന്തായിരിക്കണം, ആ ജോലിയുടെ കാര്യങ്ങളും മറ്റുള്ള ഇല്ലായ്മയും ഇതും ചിന്തിച്ച് പരാതിയും പറഞ്ഞ് ഈ സംസാരം തന്നെ നമുക്കുള്ളൂ, ഈ ചിന്ത തന്നെ ഉള്ളൂ. നിസ്കരിക്കണവരാണ് അതിന്റെ ഇടയിൽ ഒന്ന് നിസ്കരിക്കൂ. പക്ഷെ ചിന്ത മുഴുവൻ ഇവിടുത്തെ ജീവിതം. മക്കളെ ഇങ്ങനെ നിസ്കരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അള്ളാഹ്ക്ക് അതല്ല വേണ്ടത്. നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹനെ ഓർക്കുന്നവരായി മാറണം. എല്ലാ സന്ദർഭത്തിലും വെറും നിസ്കാരം മാത്രമല്ല, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം ചെയ്യണം. കച്ചവടം ചെയ്യണം, എല്ലാം ആ ചെയ്യുന്നതോടുകൂടി ആ സന്ദർഭത്തിൽ ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ നമുക്ക് ഓർമ്മ വരണം. അതിനുള്ള പരിശീലനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഇൽമിന്റെ സദസ്സുകൾ, അതിനാണ് മശായഖന്മാര്, അതിനാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടുന്ന് നല്ല പോലെ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് മരിക്കും. മരിച്ചെന്നറിയില്ല, നല്ല റാഹത്തായിട്ട് മരിക്കാൻ പറ്റും. മഹാനായ ത്വൽഹാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഒരിക്കല് ഒരു കാട്ടിലൂടെ ഇങ്ങനെ പോവായിരുന്നു. ഞാൻ ഒരിക്കൽ ഒരു കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയായി. രാത്രി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് വിശ്രമിക്കാനായിട്ട് ഞാൻ നോക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ടു. ആ ഖബറിന്റെ അരികിൽ ഞാൻ അങ്ങനെ കിടന്നു. അങ്ങനെ ഖബറിന്റെ അരികിൽ ഞാൻ വിശ്രമിക്കാൻ വേണ്ടി കിടന്നപ്പോ രാത്രിയാണ്. അവരെ ധൈര്യം നോക്കണം. ഖബറിങ്കല വിശ്രമിക്കാൻ കഴിയും. അവർക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ സഹാബിയാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അപ്പൊ രാത്രിയിൽ അവരുടെ ഖബറിന്റെ അവിടെ കിടന്നാലേ അള്ളാഹിന്റെ ഭാഗത്ത് ഒരു ബർക്കത്തുർ റഹ്മത്ത് ഉണ്ടാവും അവർക്കറിയാം. മരിച്ച ആളുകളെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവും അവർക്കറിയാം. ഇത് എന്താണ് ശറഹ് സുദൂർ ഫി അഹ്വാൽ ഖുബൂർ എന്ന് പറയുന്ന കിതാബിൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചരിത്രം. അങ്ങനെ മൂപ്പര് അവിടെ കിടന്ന സന്ദർഭത്തിൽ മൂപ്പര് ഉറങ്ങിയിട്ടില്ല, കിടന്നിട്ടുള്ളൂ. ആ കിടന്ന സന്ദർഭത്തിൽ മൂപ്പര് പറയാണ്, ഞാന് ആ ഖബറിന്റെ ഉള്ളിൽ നിന്നും ഖുർആനിന്റെ പാരായണം കേട്ടു. ഇതുവരെ ഞാൻ അങ്ങനത്തെ അതിമനോഹരമായ ഈണത്തോടു കൂടിയുള്ള പാരായണം ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പാരായണം വേറെ കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് റസൂലുള്ള കാലാണ് ഇതൊക്കെ കേട്ടതിന് ശേഷം ഞാൻ അന്ന് പകല് പിന്നീട് റസൂലുള്ളാഹിന്റെ ഹളറത്തിലെത്തി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലെത്തിയിട്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഈ സംഭവം വിവരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലെ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതിമനോഹരമായിട്ടുള്ള ഒരു ഖുർആൻ പാരായണം ഈ ഖബറിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പൊ അള്ളാഹിന്റെ റസൂല് മറുപടി കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് അബ്ദുല്ലാഹിയുടെ ശബ്ദമാണ്, അത് അബ്ദുല്ലാന്റെ ശബ്ദം തന്നെയാണ്, അബ്ദുല്ലയാണ് ആ ഖുർആൻ പാരായണം ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഓർക്കണം, വിശ്വാസികളുടെ റൂഹുകളെ, മരണപ്പെട്ട വിശ്വാസികളുടെ റൂഹുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗോമേതകത്തിന്റെയും മാണിക്യത്തിന്റെയും വിളക്കുകളിലായിട്ട് സ്വർഗത്തിന്റെ ഇടയിലായിക്കൊണ്ട് അവരെ തൂക്കിയിടും. ഈ വിളക്കുകളായിട്ട് റൂഹുകളെ തൂക്കിയിടും. എന്നിട്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ റൂഹുകളെ അവിടെ ശരീരത്തിൽ നിക്ഷേപിക്കും. അങ്ങനെ അവർ രാത്രികളിൽ അവർ ഖുർആൻ ഓതുകയും അവർ നിസ്കരിക്കുകയും ചെയ്യും. പകലായി കഴിഞ്ഞാൽ വീണ്ടും സ്വർഗത്തിന്റെ ഇടയിൽ ഈ കിന്തീലുകളിലായിക്കൊണ്ട് ഈ എന്താ പറയാ മാണിക്യത്തിന്റെയും ഗോമേതകത്തിന്റെയും ഈ എന്താ പറയാ ആ സ്തൂപങ്ങളിലായിക്കൊണ്ട് ആ വിളക്കുകളിലായിക്കൊണ്ട് അവരെ തൂക്കിയിടും. മഹാനായ ആസിം റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ ബൽഖയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ബൽഖയിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരാൾ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടപ്പോൾ ഈ മയ്യത്തിനെ ഖബർ കുഴിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ സംഘടിപ്പിച്ച് അവർ ഒരു ഖബറുകൾ കുഴിക്കാൻ തുടങ്ങി. മയ്യത്തിന് വേണ്ടിയിട്ട്, ഈ മരണപ്പെട്ട ആൾക്ക് വേണ്ടി മയ്യത്ത് ഖബർ കുഴിക്കുകയാണ്. അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു ഖബറിന്റെ ഭിത്തി ഇളകി അതിലൊരു ദ്വാരം ഉണ്ടായി. ദ്വാരം ഉണ്ടായപ്പോൾ ഞങ്ങൾ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ ദ്വാരത്തിന്റെ ഉള്ളിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. കിബിലക്ക് തിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം.
എന്നിട്ട് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യാം. ഞങ്ങൾ വീണ്ടും നോക്കിയപ്പോൾ എന്താണ്, ഭിത്തിയുടെ മുകളിലും ഭിത്തിയുടെ താഴെയൊക്കെ പച്ച പിടിച്ചിരിക്കും, പൂന്തോട്ടം പോലെ ആയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഖിബിലക്ക് ഇരുന്ന് മൂപ്പര് ഖുർആൻ പാരായണം ചെയ്യുക. ഇങ്ങനെ ഇഷ്ടം പോലെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. നമ്മളിൽ കാണുന്ന മണ്ണ് അത് കുഴിമാടാണ് സഹോദരന്മാരെ. പക്ഷെ ഇതിനോട് ചേർന്നിട്ട് വല്ലാത്തൊരു ലോകമുണ്ട്, ബർസഖിയായ ലോകം. അതാണ് ഖബർ. അള്ളാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഖിയാമത്ത് നാൾ വരെ ആ ശിക്ഷ അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കും. ഖുർആൻ പാരായണം ചെയ്യാത്തത്, നിസ്കാരത്തിൽ അലസത കാണിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞില്ലേ, അതിൽ ഹദീസിലുള്ള എന്താണ്, ഖിയാമത്ത് നാൾ വരെ ആ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എന്താണ്, ഖിയാമത്ത് മഹ്ശറ എത്തുന്നതിന് മുന്നുള്ളതാണ്. അതായത് ഖബറിലത്തെ ശിക്ഷണ പറയണത്. നിസ്കരിക്കാത്തവന് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഓൻ ഖബറിലായി. നമ്മൾ ഇന്ന് മരിക്കാൻ നമ്മൾ റൂഹണ്ട് പിരിഞ്ഞാൽ നമ്മൾ ഖബറിലായി. അത് വല്ലാത്തൊരു ലോകമാണ് സഹോദരന്മാരെ, മനസ്സിലാക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മരിച്ച ആളുകൾ, ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം മരണപ്പെട്ട ആളുകൾ ഇവിടെ ഇപ്പൊ എവിടാണ് അവരിപ്പോഴും ഖബറിൽ, ആ ലോകത്താണ്. എത്ര കാലമായി അവർ. ഇപ്പൊ നമ്മളെ ഉപ്പാപ്പന്മാര് അവരിപ്പോഴും ഖബറിൽ തന്നെയാണ്, ഏതുവരെ, ഖിയാമത്ത് നാൾ വരെ. അപ്പൊ ഈ ലോകത്തുള്ള ജീവിതത്തിനേക്കാൾ ദീർഘമാണ് എവിടുത്തെ ജീവിതം, ഖബറിലത്തെ ജീവിതത്തിനേക്കാൾ വിശാലമാണ് അവിടെ. നമ്മൾ ഈ പറഞ്ഞ മാതിരൊന്നല്ല. നമ്മൾ വിചാരിച്ചെന്താ പള്ളിക്കാട്ടിത്ത മണ്ണാണ് എന്നാ, അതാണ് വിശാലമേ. അത് നമ്മുടെ കുഴിമാടമാണ്, അത് നമ്മുടെ ശരീരം വെക്കുന്നതാണ്. നമ്മുടെ ആത്മാവ് അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു ലോകത്താണ്. ഏതുവരെ പ്രകാരം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ്, റസൂലുള്ളാഹി പറഞ്ഞ ഉറക്കം മരണത്തിന്റെ സഹോദരിയാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ സ്വപ്നം കാണുമ്പോൾ അയാളെ ശരീരത്തിലോട് ചിലപ്പോൾ ഇടുങ്ങിയ റൂമിലോ സ്വപ്നം കാണണം ഇരുന്നിട്ടാവും. പക്ഷെ അയാൾ പോണത് എങ്ങടാവും, ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളി കാണാനാവും, ക്രിക്കറ്റ് കളിന്റെ ആളാണെങ്കിൽ. അതല്ലെങ്കിൽ സഹീറിനെ പോലെ ഫുഡിന്റെ ആളാണെങ്കിൽ ഓനെ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ കല്യാണ മണ്ഡപത്തിൽ ഒരു ഫുഡ് അടിക്കുന്നുണ്ടാവും. ഈ റൂമിനെക്കാട്ടും വലുതായിരിക്കും അലംസദ്, ഈ റൂമിനെക്കാട്ടും വലുതായിരിക്കും ആ ലോകം. അതാണ് ബർസഖ്. ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ. അതല്ലെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ പോയിരിക്കും, അങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്തെത്തി, അങ്ങനെ ഒരു കൊക്ക കയറാൻ തുടങ്ങി. കൊക്ക കയറിയിട്ട് അവിടേക്ക് എത്താന്നുള്ളത് നോക്കുമ്പോൾ ഇത് അനന്തമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ വഴി ഇങ്ങനെ കുടുസായി വരികയാണ്. അയാൾ അടിയിലേക്ക് നോക്കുമ്പോൾ അതാ വല്ലാത്ത കർത്തം, താഴെ ഇടത്തു ഭാഗത്ത് നോക്കുമ്പോൾ വല്ലാത്ത കർത്തം. അയാൾക്ക് നോക്കുമ്പോൾ തന്നെ തല കറങ്ങി ഇപ്പൊ വീഴുന്നായി. അന്ന് വേഗം തിരിച്ചു പോകാൻ നോക്കുമ്പോ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ആ വിധത്തിലുള്ള ഗർത്തത്തിൽ കൂടെ കയറി വന്നിട്ടുള്ളത്. സ്വപ്നം കാണാണ്, വല്ലാത്ത ലോകം, അങ്ങോട്ടും ഇങ്ങോട്ടും ഗർത്തം. അങ്ങനെ ഓര് തൂങ്ങി പിടിച്ച് അത വീണ്. അതോട് കൂടിയിട്ട് എണീച്ചു നോക്കുമ്പോ ദാഹിച്ചിട്ട് വയ്യ, വെള്ളം കുടി. ശരി, ഇങ്ങനത്തെ പല ഒരു ഉദാഹരണം പറയാം ഞാൻ, അല്ലെ. എന്താ സംഭവിച്ചത്, വേറെ ലോകല്ലേ. ഇന്ന് ശരിക്കും ഓൻ അനുഭവിച്ചിട്ടില്ലേ, അവനെ വെള്ളം കുടിക്കാൻ ദാഹിക്കണില്ല, അവന്റെ ശരീരം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അടുത്തിരിക്കുന്ന ഈ ആൾ അറിയണേ ഇല്ല ഇതൊന്നും. ഇയാൾ ഉറങ്ങുന്നുണ്ട്, ഇയാൾ സ്വപ്നം കാണും. പെട്ടെന്ന് എണീക്കുമ്പോ ഒച്ച ഉണ്ടാക്കുമ്പോൾ എന്താണ് എനിക്ക് പറ്റി, അല്ലെങ്കിൽ ഉറങ്ങുന്ന ആൾ പെട്ടെന്ന് എന്താ പറയാ ഗോൾ എന്ന് പറഞ്ഞിട്ട് എണീച്ചു. അതിൽ അടുത്ത ആള് എന്താണ് ചങ്ങായി എനിക്ക്, ആ ഗോൾ അടിച്ചടാ, ഏത് ഗോൾ അടിച്ച്. അപ്പൊ ഞാൻ വേറെ സ്റ്റേഡിയത്തിൽ കളി കാണാൻ കണ്ടുപിടിക്കുന്നു. വല്ലാത്ത ലോകത്താണ്. അതാണ് ശരീരം ഇവിടെ ആണെങ്കിൽ മറ്റൊരു ലോകം. ഈ ലോകം ബർസഖിയായ ലോകം. ഇത് മരണപ്പെടുന്നതിന് മുന്നേ സ്വപ്നത്തിലുള്ളത് നമുക്ക് അടി കിട്ടുമ്പോ അല്ലെങ്കിൽ നായ ചാടുമ്പോ നമ്മളെ റൂഹ് എന്ത് ചെയ്യാണ്, ഓടി നമ്മുടെ ശരീരക്കൂട്ടത്തിൽ കേടാണ്. ശരീരത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലായി അൽഹംദുലില്ലാഹ്, ഉറക്കത്തിലെയും സ്വപ്നത്തിലെയും രക്ഷപ്പെട്ടു, അല്ലെ, ശരിയല്ലേ. എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ റൂഹിന് കയറാൻ വേണ്ടി നോക്കുമ്പോൾ കയറാൻ സാധ്യല്ല. അപ്പോഴാവും മനസ്സ് മരണപ്പെട്ട് കഴിഞ്ഞില്ല, നീ രക്ഷയില്ല. അപ്പം സ്വപ്നത്തിൽ നടക്കുമ്പോൾ ശരിക്കും വേദന അനുഭവിക്കുന്നുണ്ട് നമ്മള്, ശരീരത്തിലല്ല അനുഭവിക്കുന്നത്. ആ ബേജാറ് നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് സ്വപ്നത്തില്. അപ്പൊ ശരീരം ഇല്ലാതെ തന്നെ വേദന അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ ആത്മാവ് പുറത്തു പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് മരണം. ആ ലോകത്ത് ഇതേപോലെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തമാശ പറയല്ല, നമ്മൾ മരിക്കേണ്ടവരാണ്. ആരും മരണത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. ഒരു നിരീശ്വരവാദിയും ഒരു യുക്തിവാദിയും ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറായി. തെറ്റുകൾ മനുഷ്യർക്ക് വരും, തൗബ ചെയ്ത് മടങ്ങുക. കഴിഞ്ഞു പോയ തെറ്റ് വന്നുപോയി, പടച്ചോനെ എനിക്ക് പുറത്തു കാട്ടറബേ, ഇനി നേരായിക്കോളാം എന്ന് വെച്ചാൽ ആർക്കും വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. ഒരാൾക്ക് വേണ്ടി ഇവിടെ നിസ്കരിക്കേണ്ട, ഉസ്താദിന് വേണ്ടി ഇവിടെ ഖുർആൻ ഓതണ്ട, ആർക്കും വേണ്ടി ഒന്നും ചെയ്യാം. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മളെ കുട്ടികൾ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ ഭാര്യമാരെ നന്നാക്കണം. ഭാര്യമാരെ നേരാക്കാത്ത കാലത്തോളം
നിങ്ങളെ ഭാര്യമാർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം, അങ്ങനെ സദസ്സിൽ പങ്കെടുപ്പിക്കണം. ഭാര്യമാരെ നേരാക്കാത്ത കാലത്തോളം കുട്ടികൾ നേരാവില്ല. കാരണം നമ്മള് ജോലിക്ക് പോയി, കുട്ടി ജീവിക്കുന്ന ആരെ കൂടെ? ഉമ്മയുടെ കൂടെയാണ്. കുട്ടി ജീവിക്കുന്നത് സ്വന്തം ഉമ്മാന്റെ കൂടെയാണ്. ഈ ഉമ്മ നിസ്കരിക്കുന്നവരും സത്യസന്ധത ഉള്ള ആളും തെറി പറയാത്ത ആളും ഇവത്ത് പറയാത്ത ആളും ഉമ്മ ദിക്റ് ചെയ്യുന്നതും ഖുർആൻ ഓതുന്ന ഒരു പെണ്ണാണ്. ഈ കുട്ടി ഇത് കണ്ടു ഇങ്ങനെ വരികയാണ്, ആ കുട്ടി അത് പഠിക്കും. അതേ സ്ഥാനത്ത് ഈ ഉമ്മാക്ക് അതില്ലെങ്കിൽ കുട്ടിക്കും അതുണ്ടാവില്ല. ഉമ്മ എപ്പോഴും മൊബൈൽ എടുത്തുങ്ങാണ്ട് എന്താ പറയാ ഫാമിലി ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പും നോക്കിയിട്ട് പാട്ടും കച്ചേരിയും കേട്ടിടക്ക കുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും. കുട്ടി നേരാവൂല. അപ്പൊ ഭാര്യ എങ്ങനെ നേരാക്കും? ആദ്യം നമ്മള് നേരാവണം. നമ്മള് നേരാവാതെ നമ്മളെ ഭാര്യമാരോട് നേരാൻ പറയും, നിങ്ങളാദ്യം നേരാവും പറയും. ഒരു നേരാവൂല, ഉറപ്പാണ്. അപ്പൊ നമ്മൾ സ്വയം ഓരോരുത്തരും നേരാണ്. ഉപദേശമല്ല. ഇന്ന് ആൾക്കാർ ഉപദേശത്തിലേക്ക് നോക്കുമ്പോൾ ഉപദേശിച്ച ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതൊരു കലയാണ്. ഉപദേശിക്കൽ ഒരു കലയാണ്. നല്ലപോലെ വയല് പറയാ, രീതി പറയാൻ പറ്റിയ അതൊരു കലയാണത്. പക്ഷേ ഉപദേശം കൊണ്ട് ആൾക്കാർ നന്നാവില്ല. ആ മൂപ്പരെ വയല് തർക്കേടില്ല, ഓന്റെ ഉപദേശം തർക്കേടില്ല. അതല്ല, ജീവിതമാണ് ആളുകൾ നോക്കുക. നമ്മൾ സ്വയം നേരാവണം. നമ്മൾ സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങി നമ്മളെ പ്രവർത്തനം കണ്ട് മറ്റുള്ളവർ നേരാവും. പ്രവർത്തനം കണ്ടിട്ട് നേരാവുള്ളൂ. വയലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇഷ്ടംപോലെ പറയണവരൊക്കെ അങ്ങോട്ട് ഉപദേശിച്ച് ഇങ്ങോട്ട് ഉപദേശിച്ച് വാദപ്രതിവാദങ്ങള്. അന്റെ അടുത്ത് ശിർക്കാണ്, അപ്പൊ അന്റെ അടുത്ത് വിദേഹത്താണ്, അന്റെ അടുത്ത് മറ്റാണ് മതി, എന്തോ വയല് അല്ലേ? നമ്മളെല്ലാ പണ്ഡിതന്മാരെയും കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ എല്ലാ നാടന്മാരെയും കുറ്റം, പണ്ഡിതന്മാരാണെങ്കിൽ അല്ലാത്തവരെ കുറ്റം പറഞ്ഞ്, നാടന്മാരാണ് നമ്മളെ പോലത്തവരാണെങ്കിൽ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞ്, പണ്ഡിതന്മാരാണെങ്കിൽ അല്ലാത്തവരെ കുറ്റം പറഞ്ഞ്, അവര് ശരിയല്ല ഇവര് ശരിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടൊന്നും ആൾക്കാർ നേരാവൂല. ഈ വാദപ്രതിവാദം കൊണ്ടൊന്നും നമ്മൾ നേരാവൂല. നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് മരിക്കണം, മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ അടുക്കൽ ഒരു സ്ഥാനം കിട്ടണം, സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണം, മുത്തുനബി എന്റെ കൂടെ സന്തോഷിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ റസൂലുള്ളാഹി പറഞ്ഞിട്ട് എഴുതി നോക്കി, പ്രശ്നം കഴിഞ്ഞു. നമ്മൾ രാവിലെ മുതൽ ദിനചര്യ ഓരോരുത്തരും ചിന്തിച്ചിട്ട് മാറ്റം ഉണ്ടാക്കുക അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. രാവിലെ ഇനി ഞാൻ നിസ്കാരം ഖളാക്കൂല, നേരത്തെ പെടഞ്ഞെണീച്ച് സുബഹി നിസ്കരിക്കും, അതിനുശേഷം കുറച്ച് ഖുർആൻ ഓതും, പിന്നെ മുത്തനബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലും, അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഒരാൾ 100 പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ, ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഒരാൾ 100 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ നാളെ മഹ്ശറയിൽ അയാളെ മുഖം പ്രകാശിപ്പിക്കും. എന്താണ്? പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചതായ അവസ്ഥയിൽ അയാൾ നാളെ മഹ്ശറയിൽ ഹാജരാവും. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും 100 പ്രാവശ്യം ദിവസം ചെല്ലാൻ നേരല്ലേ നമ്മൾക്ക്? അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ സമുദ്രത്തിന്റെ ദൂരയോളം പാപുണ്ടെങ്കിലും ആളെ പുറത്തു കൊടുക്കുന്നല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഓർക്കണ്ട, ഇത് കുറച്ചൊക്കെ വേണ്ടേ, എന്താ ചെയ്യ? അത് ആകെ 5 മിനിറ്റ് മതി. നിങ്ങൾ ചൊല്ലി നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ബിഹംദിഹി സുബ്ഹാനല്ലാഹ് 5 മിനിറ്റ് മതി. ആൾക്കാരെ കാണിക്കണ്ടല്ലോ, നമ്മൾ അറിഞ്ഞാൽ മതി. ആ ബിസിനസ് ആളുകളെ മുന്നിൽ കാണിക്കണതിൽ അർത്ഥമൊന്നുമില്ല. ഈ സുബ്ഹാനല്ലാഹി അലീം എന്ന് ചൊല്ലുക, സമുദ്രത്തിന്റെ നുരയോളം പാപുണ്ടെങ്കിലും പുറത്തു തരും എന്ന് പറയുന്ന മുത്തുനബിയാണത്. റവാഹു മുസ്ലിം ഷരീഫിൽ സ്വഹീഹായ ഹദീസ. അള്ളാന്റെ റസൂൽ പറഞ്ഞ സത്യം. നമുക്കത് ചൊല്ലിക്കൂടി, അങ്ങനെ ചൊല്ലിയാല് പെട്ടാണ്ട് സ്വർഗത്തിൽ പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിയാവില്ല. അതൊക്കെ മുലാമാർക്കുള്ള സഹോദരന്മാരെ, നമ്മക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് ഇതൊക്കെ. നമ്മളെ മുത്തുനബി നമ്മളോട് പറഞ്ഞതാ. നേരാവണമെങ്കിൽ നല്ല എളുപ്പമുണ്ട്. 5 വഖത്ത് നിസ്കരിക്കുക, ആൾക്കാരെ കുറ്റം പറയാൻ നിൽക്കണ്ട, കളവ് പറയണ്ട. എന്തിനീ തള്ളണത്? ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എയ്യാതി തള്ളണേ. മനുഷ്യൻ കീറിപ്പോവും. മുമ്പിലുള്ള കടലാസ് ഉണ്ടെങ്കിൽ കീറിപ്പോവും അല്ലേ? മൈക്കൊക്കെ ചതഞ്ഞു പോകും. ബാക്കിയായിട്ട് നമ്മൾ കാണില്ല. അയ്യാതി തള്ളലാണ്. കളവ് പറയരുത്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. കളവ് പറയുന്നവരുടെ അല്ലാഹുവിന്റെ ശാപാണ്. പിന്നെ എന്ത് ബിസിനസ്സിൽ ബർക്കത്ത് ഉണ്ടാവാനാണ്? എന്ത് ചെയ്തിട്ട് ഏത് ഉസ്താദ്മാരെ കൊണ്ട് ദ്വാരിപ്പിച്ചിട്ട് എന്താ കാര്യം? നേരാവണ്ട ആദ്യം പറഞ്ഞ് മനസ്സിലാവണ്ട. അതുപോലെ തന്നെ അന്യരുടെ കുറ്റവും കുറവും പറയാൻ നിൽക്കണ്ട. നമ്മളത് പല ന്യൂജൻ അത് തിരുത്താൻ നോക്കുക. സത്യം മാത്രം. അള്ളാഹ്ക്ക് എന്തോ ഇഷ്ടമായിരിക്കും. അള്ളാഹ് സംഘടന നോക്കൂലടോ. ഇയാൾ മുജാഹിദാണോ, ഇയാൾ തെബിലീഗാണോ, ഇയാൾ തെരീഖത്താണോ, ഇയാൾ സുന്നിയാണോ, ഇയാൾ മറ്റേതാണോ, ഇതൊന്നും അള്ളാഹ് നോക്കൂല. അള്ളാഹു നോക്കല് നിങ്ങളുടെ ഈമാൻ എന്താണ്. എന്നെ റബ്ബായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ നിർത്താൻ പോകട്ടോ. എന്റെ മുത്തുനബിയെ ഞാൻ ഇവരിലേക്ക് സന്ദേശവാഹകനായി അയച്ചു. ആ മുത്തുനബി ഇവരനുസരിച്ച് ഇത് അള്ളാഹ് നോക്കൂ. ഈമാൻ എന്താ ഉണ്ടാവേണ്ടത്? എന്റെ ഏത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഏത് ആവശ്യവും ഏത് ആഗ്രഹവും നിറവേറ്റാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രം. അള്ളാഹിനോട് പറയും എന്തും പഠിച്ചവനോട് പറയാ. അള്ളാഹുവിനെ ആശ്രയിക്കാൻ, ഒരു കുട്ടിനെ ആശ്രയിക്കാൻ പാടില്ല.
എന്റെ ജോലി കൊണ്ടാണ് എന്റെ കാര്യം നടക്കുന്നത്, എന്റെ പണം ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ഇതൊക്കെ ശിർക്കാണ്. പണം കൊണ്ട് കാര്യം നടക്കൂലോ. അള്ള ഉദ്ദേശിക്കാതെ നമ്മളെ പണം കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. ജോലി അള്ള ഉദ്ദേശിക്കുക, ജോലിയിൽ ബർക്കത്തില്ല. എത്ര ജോലി ചെയ്തിട്ട് നഷ്ടവാളികളായിട്ട് നടത്തിക്കൊള്ളുന്നുണ്ട്. ഇന്നൊരു കുട്ടി വന്ന് എന്നോട് പറഞ്ഞാണ്, ഉസ്താദെ ഉപ്പാക്ക് വേണ്ടി ഇതവർക്ക് എന്താ 3 കോടിയാണ് കടം. ബിസിനസ് ചെയ്യാita ചെറുതൊന്നല്ല. അപ്പൊ വലിയ പണക്കാരനാണ്. അതുകൊണ്ട് ഈ 3 കോടി നമുക്കൊക്കെ 3 കോടി കടം വരുമോ? 3 കോടി പോയിട്ട് 3 കോടി ചിന്തക്ക് പോലും കടം വരില്ല നമുക്ക്, അല്ലേ? അപ്പൊ അയാൾ അത്ര പണക്കാരനാണ്. പക്ഷേ അപ്പൊ അയാളെ പണം ഉപകാരം ഉണ്ടാക്കിയ ലാസ്റ്റ്. സഹോദരന്മാരെ, ഉപകാരം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. പരിപാലകൻ അല്ല മാത്രമാണ്. നമ്മുടെ കുട്ടികളും ഭാരം പൂർണ്ണ അല്ല മാത്രം. ഈ വിശ്വാസം നമുക്കുണ്ട്, ഈ ഈമാൻ നമുക്ക് വേണം. നമ്മളെ കാര്യങ്ങൾക്കെല്ലാം അള്ളാഹിനോട് പറഞ്ഞിട്ടും അള്ളാഹിനെ ഏൽപ്പിച്ചുകൊണ്ടൊരു ഈമാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് ആ ഈമാനോട് മരിക്കാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യം അയാൾ പറയാൻ സുഖമാണ്. അള്ളാഹിനോട് മാത്രം ചോദിക്കുക, അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കുക. എന്നിട്ട് ആവശ്യം വരുമ്പോ ഡോക്ടറാണ്, ഗോപിനാഥനായ കുഴപ്പമില്ല, മൊയിലേരെടുത്ത് പോകണ്ട ശരിക്ക്. മറ്റേ സുകുമാരൻ ഡോക്ടറാണെങ്കിൽ അത് തരക്കേടില്ല, അത് തൗഹീദും. എടാ ഇതൊക്കെ വിട്. ആ മൊയിലേറായാലും വേണ്ട, ഡോക്ടറായാലും വേണ്ടില്ല, ഗുളിക ആയാലും വേണ്ടില്ല, മരുന്നായാലും വേണ്ടി, ഇതിനൊന്നും നിങ്ങൾക്ക് ശിഫായിൽ കാണാൻ കഴിവില്ല. അള്ളാഹ്ക്കേ ഉള്ളൂടോ. അള്ളാഹിനെ പിടിച്ചോളി. അതും ഇതും എല്ലാം ഒരാൾക്ക് ഒരു കഴിവില്ല ഇവിടെ. അള്ളാഹിനെ കൊണ്ട് ഇവിടെ എല്ലാം നടത്താൻ പറ്റുള്ളൂ. നമുക്ക് ഇന്റെ അള്ളുണ്ട് എന്നുള്ളതിന് സമാധാനിക്കാൻ പറ്റണം. കായുണ്ട്, ഇന്റെ ബാങ്കിൽ ബാലൻസ് ഉണ്ട്, ഞാൻ ജോലിയുള്ള ആളാച്ചിട്ട് സമാധാനിക്കണ്ട. അതൊക്കെ എപ്പോഴും പോവും. ഇന്റെ അള്ളനിക്കുണ്ട്, ഇന്റെ സംരക്ഷകനായിട്ട് എന്നുള്ള സമാധാനിക്കാനുള്ള ഈമാൻ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹുൽ തവക്കുൽ ചെയ്ത് അള്ളാഹിനെ കൊണ്ട് സമാധാനിക്കാൻ സന്തോഷിക്കാൻ നമുക്ക് പറ്റണം. അതിന് അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോട് കൂടിയിട്ട് സൽക്കർമ്മങ്ങളും ചെയ്യണം. അപ്പൊ ഇത് ഇങ്ങനെ കേട്ടു പോയാൽ പോരാ. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ ഉപദേശങ്ങൾ അത് നിങ്ങൾക്ക് സത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞു പോയ പാപങ്ങൾ ഓർത്തിട്ട് തൗബ ചെയ്ത് മടങ്ങി. റജബ് മാസമാണ്, തൗബയുടെ മാസം. തൗബ ചെയ്ത് മടങ്ങി. എന്നിട്ട് ഇനി ഞാൻ അള്ളാഹുവിന് അവന്റെ റസൂൽ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിരിക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഏൽപ്പിക്കുക. അള്ളാഹിനോട് തന്നെ പറയാം, പഠിച്ചവൻ ഇന്നെ നന്നാക്കി തരണേ, ഇന്നെ തിന്മയിൽ നിന്ന് മാറ്റി തരണേ. അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കണം. അള്ളാഹിന്റെ ഔദാര്യമില്ലാതെ നമുക്ക് നേരാവാൻ പറ്റില്ല. അള്ളാഹിനോട് തേടിക്കൊണ്ടേയിരിക്കാൻ, നന്മക്ക് പ്രവർത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിൽ നമ്മളെ പഴയ കൂട്ടുകാർ വന്നിട്ട് പറയണം, അജ്ജിപ്പോ വലിയ മൊയിലേറായ, ഇജ്ജ് വലിയ സൂഫിയായ, കളിയാക്കാൻ തുടങ്ങും. ഓനോട് സലാം പറയണം. ഇജ്ജ് വേണമെങ്കിൽ നന്നായിക്കോ മോനെ, ഇനി എനിക്ക് ടൈമായി, ഞാൻ പോണേന്റെ മുന്നേ എന്തെങ്കിലും ഉണ്ടാക്കി പോവാൻ നോക്കട്ടെ. ഇത് ഇതാണ്ട് കഴിയും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ ഫാത്തി ഓതി തോർക്കാനും, നമ്മളെ പേരിൽ ബിരിയാണി തിന്നാനും നെയ്ച്ചോറ് തിന്നാനും ആൾക്കാരും ഉണ്ടാവും. നമ്മൾ പ്രവർത്തിച്ചുണ്ടാവും, അല്ലേ? നമ്മൾ പ്രവർത്തിച്ചത് നമ്മളെ അമലുകളുടെ ഏടിൽ എന്തുണ്ടാവുള്ളൂ? നമ്മൾ പ്രവർത്തിച്ചുണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഫാത്തി ഓതി ഹദിയ ചെയ്തു, നമ്മൾ പല സൽക്കർമ്മിച്ച് ഹദിയ ചെയ്തു. ഈ ഹദിയൊക്കെ ഖബറിലേക്ക് പ്രകാശമായിട്ട് അവർക്ക് കിട്ടും. അത് ശരിയാണ്. ചിലപ്പോ നരകമോചനത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷയായിട്ട് അവർ കിട്ടും. പക്ഷെ അമലുകളുടെ ഏടില് അമലുകളുടെ ഏടുകളിൽ കനം തൂങ്ങാൻ നമ്മൾ തന്നെ ചെയ്യണം. ഇതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. വേറെ ആൾ ചെയ്തത് നമുക്ക് കിട്ടൂല എന്ന് പറയുന്ന ഉദ്ദേശം എന്താ? ഇവിടെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ പ്രവർത്തിച്ച് നമ്മളെ അമലുകളിൽ ഉണ്ടാവുള്ളൂ. മറ്റുള്ളത് നിനക്ക് ഈമാൻ ഉണ്ടോ, നീ സൽക്കർമ്മം കൊണ്ട് ചെയ്യുന്ന ആളാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഫലം ചെയ്യും. മോമിനുകളുടെ ദുആ ഫലം ചെയ്യും. അതാണ് മയ്യിത്ത് നിസ്കാരം. മോമിനുകളുടെ ദുആയാണ്, അത് ഫലം ചെയ്യും. അത് എപ്പോ? നിനക്ക് ആദ്യം ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. പക്ഷെ അമലുകളുടെ ഏടില് നമ്മൾ പ്രവർത്തിച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളോട് പറയണം, തൽക്കാലത്തിനാണ് മാറിക്ക്, നമ്മള് നിന്റെ കാര്യം നോക്കട്ടെ മാറി. നിങ്ങളൊന്നും നിന്റെ ഖബറിൽ ഉണ്ടാവൂല, ആരും ഉണ്ടാവൂല. നമ്മളെ ഖബറിൽ നമ്മൾ ചെയ്തേ ഉണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൃപ്തിപ്പെടുന്നതിൽ ജീവിച്ചു മരിക്കണം തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകട്ടെ. നമ്മളെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. നമ്മൾ വിട പറഞ്ഞു പോയ സഹോദരിക്ക് കാമിലായ മഗ്ഫിറത്ത് നൽകട്ടെ. അവർ കാരണമാണ് നമ്മൾ ഒരുമിച്ച് കൂടുകയും നല്ല ഇൽമുകളൊക്കെ സംസാരിച്ച് ഇതിനൊക്കെ സവാബ് അവർക്ക് അള്ളാഹു തആല നൽകട്ടെ. അള്ളാഹു തആല വീട്ടുകാരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി കൊടുക്കട്ടെ. ഇവരുടെ വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ. കടങ്ങളുണ്ടെങ്കിൽ കടങ്ങൾ വീട്ടിൽ കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തുള്ള ജീവിതം നമ്മളെയും അവരെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു തആല അനുഗ്രഹിക്കുകയും ആരോഗ്യത്തുള്ള ബർക്കത്തുള്ള അവന്റെ സംരക്ഷണമുള്ള ദീർഘായുസ് നൽകി നമ്മളെ എവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين بجاه سيدنا نبينا مصطفى محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله. السلام عليكم ورحمة الله وبركاته.